Audio Jungle. 2024 ജനുവരി മാസമാണ്. ഞാൻ അവസാനമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ കൊല്ലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ പലപ്പോഴും ഈ ഒരു ഗോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രേത അനുഭവങ്ങൾ എനിക്കത് ഭയങ്കര ആ ഒരു ടൈമൊക്കെ ആയപ്പം ഞാനതിനകത്ത് ഭയങ്കര യൂസ്ഡായി. എനിക്കങ്ങനെ പല പ്രാവശ്യം അങ്ങനെ കണ്ടും കേട്ടും എനിക്കത് ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമായി. അപ്പോൾ എപ്പോഴും ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ഇങ്ങനെ രാത്രി ഒരു സൈലൻ്റ് ആകുമല്ലോ. എത്ര തിരക്കുള്ളൊരു വാർഡാന്ന് പറഞ്ഞാലും ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ഒരു 12 മണി ആ ഒരു സമയം കഴിയുമ്പോഴത്തേനും ഫുള്ള് സൈലൻ്റ് ആവും. ഈ സൈലൻ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ നോട്ട് അങ്ങനെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമുക്ക് ഇവിടെയൊക്കെ ഒരു വിഷൻ ഉണ്ടല്ലോ. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പാസ് ചെയ്ത് പോകുന്ന പോലെ. അപ്പം എനിക്കറിയാം ഇത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ഇതാണ് സംഭവം, നമുക്കറിയാം. അപ്പം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന പോലെ തോന്നും. പിന്നെ ഇരുന്ന് എഴുതുമ്പം പിന്നെ പാസ് ചെയ്ത് പോകുന്ന പോലെ തോന്നും. അപ്പം ഞാനങ്ങനെ വലുതായിട്ട് ആരോടും പറയാറില്ല. ഞാൻ ആരെങ്കിലും പറഞ്ഞാലും ആരും വിശ്വസിക്കാറുമില്ല. അതുകൊണ്ട് ഞാനങ്ങനെ പറയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ നൈറ്റിന് നമ്മളിങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ അവിടെയുള്ള ഒരു സ്റ്റാഫ്, നമ്മുടെ ലിഫ്റ്റിൽ ജോലി ചെയ്യുന്നൊരു സ്റ്റാഫ് എന്ന് പറയുമോ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയ സ്റ്റാഫ് അവിടെ എന്തോ കണ്ട് പേടിച്ച് ബോധം കെട്ട് നമ്മുടെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആളെ. അപ്പം എനിക്കറിയാം, കാര്യം ഈ ഹൗസ് കീപ്പിങ്ങിലെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്ന് പറയുമ്പം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡാണ്. ഈ ബാക്ക് സൈഡിലോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്റ്റാഫിനെ എനിക്കറിയാം, പുതിയ സ്റ്റാഫാണ്, എനിക്ക് ആ ചേച്ചിനെ അറിയാം. അപ്പോൾ ഓൺ ദ സ്പോട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു, ഓക്കെ നമുക്ക് ഓൾറെഡി ഇത് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞാനിത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി, നമ്മളെപ്പോലെ തന്നെ ആർക്കോ ഇവിടെ അനുഭവം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതേ സമയത്ത് എനിക്ക് ടെൻഷനും, അയ്യോ എന്തായിരിക്കും അവർ ഓക്കെ ആയി കാണുമെന്നുള്ള. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സ്റ്റാഫിനെ പോയി കാണാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ചേച്ചീനെ പോയി കാണാം, എന്താണ് കാഷ്വാലിറ്റി പോയി നോക്കിയപ്പം ചേച്ചി കിടക്കുവാണ്, IV ഡ്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചേച്ചീനെ നോക്കി ഒരു വട്ടം ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ഈ ചേച്ചീനെ നമുക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ, ഇരുനിറമുള്ള ചേച്ചി, ഫുള്ളൊരു വൈറ്റ് പേപ്പർ പോലെ എങ്ങനെ ഇരിക്കും, ഒരു വെള്ള പേപ്പറിലോട്ട് നോക്കി എങ്ങനെ ഇരിക്കും, അതുപോലൊരു വെള്ള കളറിലൊരു പേപ്പർ പോലെ ആയേക്കുക. ഇവരുടെ ശരീരത്തിലെ ബ്ലഡെല്ലാം ഇങ്ങനെ ആരാണ്ട് ഊറ്റി കുടിച്ച പോലെ. അതായത് പേടിച്ചിട്ട് ഇവരത്രയ്ക്ക് നമ്മളെ പിശാച് അടിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരിതില്ലേ, അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് ചേച്ചി ആയിരിക്കും. അപ്പോൾ ഓക്കെ, ഞാൻ ചേച്ചിനെ സമാധാനിപ്പിച്ച് ഓക്കെ രാവിലെ കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചങ്ങോട്ട് പോയി, വാർഡിലോട്ട് തിരിച്ചു പോയി. അങ്ങനെ ഈ ചേച്ചി നമ്മുടെ വാർഡിലെ സ്റ്റാഫ് തന്നെയാണ്. ഈ ചേച്ചി തിരിച്ച് വീണ്ടും വാർഡിലേക്ക് വന്നു രാവിലെ. അപ്പം എനിക്കിത് ഓൾറെഡി നമുക്കിത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ, എന്തായിരിക്കും സംഭവിച്ചത്, എന്താണ് പേടിച്ചത്, അതെന്തായിരിക്കുമെന്ന് ആ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഈ ചേച്ചിയുടെ ചോദിക്കുകയാണ്, ചേച്ചി എന്താ ശരിക്കും കണ്ടത്, എന്താ പേടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചേച്ചി എൻ്റെ അടുത്ത് പറയാണ്, ചേച്ചി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഫുള്ളിങ്ങനെ തറയെല്ലാം ആദ്യമേ, അപ്പോൾ ഇവർ ഒരാളല്ല, ഇവർ 3-4 പേര് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഈ ചേച്ചിയുടെ കൂടത്തിൽ തന്നെ വേറെ സ്റ്റാഫ് ക്ലീൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ ഗ്ലാസ് ഇങ്ങോട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫുള്ള് ലൈറ്റ് അങ്ങ് ഓഫാവുകയാണ്. ഫുൾ ലൈറ്റ് ഓഫാകുന്നു, വീണ്ടും ഓണാകുന്നു, ഓഫാകുന്നു, ഓണാകുന്നു. ആ ഒരു സമയത്ത് ഈ ചേച്ചി ഭയങ്കരമായിട്ടൊരു നമുക്കൊരു പെട്ടെന്നൊരു ഈ ഒരു സമയം, അത് ഒരു 12:30 1 മണി ആ സമയമാണ്. ഈ ഒരു സമയത്ത് എന്താ ഇങ്ങനെ ഒരു ഇത്, ഇവിടെ അങ്ങനെ കറണ്ട്, അങ്ങനെ ഹോസ്പിറ്റലാണ്, അങ്ങനെ കറണ്ട് പോകാറില്ല. ഇങ്ങനെ നോക്കുമല്ല, ഒരു രൂപം. ഈ ചേച്ചി പറയുകയാണ്, ഈ ചേച്ചി കണ്ട ആൾ പറയുകയാണ് എൻ്റെ അടുത്ത്, ഒരു രൂപം വന്നിട്ട് ഇവരോട് ചോദിക്കുക, നീ എന്താടി ഇവിടെ ചെയ്യുന്നത് ഈ സമയത്ത്? നീ എന്താടി ഇവിടെ ഈ സമയത്ത് ചെയ്യുന്നത്? നിനക്കൊക്കെ ഈ സമയത്താണ് വരാമെന്ന് ചോദിച്ചിട്ട് ഒരൊറ്റ അടിയാണ് ഈ ചേച്ചിക്കിട്ട്. ഇവരിത് കണ്ടതും അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഇവർ ബാക്കിലേക്ക് വീണു. ഈ കൂടത്തിലുണ്ടായ സ്റ്റാഫ് ഇതൊന്നും അറിയുന്നില്ല, അവർ തറ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കൂടത്തിലുണ്ടായിരുന്ന ആളും പേടിച്ച് ഇവരെ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൾക്കാരെല്ലാം വിളിച്ച് കൂട്ടി കാഷ്വാലിറ്റിയോട് കൊണ്ടുവരുവാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു, ഓക്കെ, അപ്പോൾ ഈ ചേച്ചിയുടെ രൂപമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം നല്ല ഫ്രഷായിട്ട് നല്ലതായിട്ടിരുന്ന ഒരാൾ, നല്ല ചൂട്, നല്ല പനിയായി, അവർക്ക് നല്ല ടെമ്പറേച്ചറായി, അവരുടെ ബോഡിയിലെ രക്തം മൊത്തം ഊറ്റിയെടുത്തിട്ട് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഈ ചേച്ചിനെ ഞാൻ കാണുന്നതും ഈ സംസാരിക്കുന്നതൊക്കെ. അതിനുശേഷം ഈ ഒരു രാത്രിയിലുള്ള ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ഒരു ക്ലീനിങ് അവിടുന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ അവർക്ക് ഈ 12:30 1 മണി എന്നുള്ളത് ഒരു 10 മണിക്കൊക്കെ പോയി ചെയ്തിട്ട് വരാവുന്ന രീതിയിലാക്കി കൊടുത്തെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അപ്പം ഇത് ആരൊക്കെ ഇതിൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില അബ്നോർമൽ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ചിലർക്ക് ഒട്ടും വിശ്വാസമില്ലാത്തവരുണ്ട്. അവരിത് പൂർണ്ണമായിട്ട് എതിർത്ത് ഇങ്ങനൊരു സംഭവമില്ലെന്ന് പറയും. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാനിത് കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളൊരു കാര്യമാണ്. ചില പേഷ്യൻസ് മരിച്ചതിന് ശേഷം ആ റൂമിൽ നമ്മൾ, പേഷ്യൻ്റ് ഇല്ലാത്ത സമയത്ത് ആ റൂമിൽ നമ്മൾ എന്തെങ്കിലും എടുക്കാനായി നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പം ആ മരിച്ചിരുന്ന ആളവിടെ കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ചിന്തയുടെ ഇതും കാണുമായിരിക്കും. പക്ഷെ പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്മെല്ലും ആ ഒരാൾ നമ്മൾ പെട്ടെന്ന് അയ്യോ ഇവിടെയാണല്ലോ ആ പേഷ്യൻ്റ് മരിച്ചതെന്നുള്ളൊരു ഇത് നമുക്ക് വരും. ചിലപ്പോൾ ചില അനക്കങ്ങളും ചില നിഴലും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്, ഞാൻ കേട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്.